ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു സ്റ്റാൻഡിൽ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഓവനിലാണ് ഈ ഒരു ഷവർമ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാനിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ തന്നെ വേണം ഇതിന്. അപ്പോൾ അത് ഞാനൊന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവനിലല്ല ചെയ്യുന്നതെങ്കിൽ ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. നമ്മൾ ഷവർമയിലൊക്കെ കിട്ടുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഈ മസാലകളൊക്കെ പുരട്ടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിനായിട്ട് മസാല തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമില്ലാതെയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇതിലേക്കുള്ള പൊടികളും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അറബിക് മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയാണ് പൊടിക്കുന്നത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കപ്സയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ അറബിക് മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ നന്നായിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, പിസ്സയിലൊക്കെ ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഷവർമയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് സ്ക്യൂവർ ഒന്ന് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതിലേക്ക് കുത്തിവെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത് അല്ലാതെ തിരിച്ചു മറിച്ചിട്ടൊന്നും അല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരെണ്ണം നേരെ വെച്ചിട്ട് മറ്റേത് അതിൻ്റെ ക്രോസ് ആയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കുബൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലൊരു സവാള പകുതിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട്.
ഇതിനി 200 ഡിഗ്രിയിൽ ഒരു 50-55 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള കുറച്ച് ക്യാബേജും അതുപോലെ ലെറ്റ്യൂസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഇത് ഞാൻ വൈറ്റ് കളറിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിലിട്ട കുക്കുംബറും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ട് എടുത്താലും മതി. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 55 മിനിറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ ഓവനിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുബൂസിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള മയണൈസാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തഹീന കൂടി ചേർക്കുന്നുണ്ട്. തഹീന എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള എള്ള് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസും വെച്ചിട്ട് ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചുകൂടി മയണൈസ് ഒഴിച്ചിട്ട് ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മയണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എഗ്ലെസ് ആയിട്ടുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. അതുപോലെ മുട്ട വെച്ചിട്ടുള്ള മയണൈസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഷവർമ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക്